നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ. CPM-ൽ മുഖ്യമന്ത്രി പുറത്ത്. തുടർഭരണത്തിനായിട്ട് സകല അടവുകളും പയറ്റുകയാണ് CPM. കാറ്റിൽ പറത്താൻ പോകുന്നത് ടേം വ്യവസ്ഥ അടക്കമാണ്. 2 ടേമിൽ പുറത്തുള്ളവർ മത്സരിക്കേണ്ട എന്നുള്ള പഴയ ഒരു ടേം വ്യവസ്ഥയുണ്ടല്ലോ, അതൊക്കെ കാറ്റിൽ പറത്താൻ പോകും. കണ്ണൂരിൽ നികേഷ് കുമാറും ശശിയും ഒക്കെ കളത്തിലിറങ്ങി മത്സരിക്കാൻ പോകും. MV ഗോവിന്ദൻ മത്സരിക്കില്ല. ബ്രിട്ടാസും ചിലപ്പോൾ മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല KK ശൈലജയെ കൊണ്ടുവരേണ്ടതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല KK ശൈലജ ഈ മത്സരം വിജയിച്ചാൽ ഞാൻ മുഖ്യമന്ത്രി, മത്സരം പരാജയപ്പെട്ടാൽ ശൈലജ പ്രതിപക്ഷ നേതാവ് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു മത്സരമായിരിക്കാം നടക്കാൻ പോകുന്നത്. അപ്പോൾ 3ാം വട്ടവും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കടുത്ത മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങുകയാണ് CPM. കാരണം ഏപ്രിലോടുകൂടി, ഈ 2026 ഏപ്രിലോടുകൂടി, ഏപ്രിൽ 2ാം വാരത്തോടുകൂടി തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്ന് മെയ് 19 തന്നെയായിരിക്കും അടുത്ത സർക്കാർ അധികാരത്തിലേക്ക് എത്തുക. അപ്പോൾ ഈ ഏപ്രിലിന്റെ അവസാന ആഴ്ചകളിലായിരിക്കും ഒറ്റഘട്ടമായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാക്കിയുള്ള ചില അസം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ ഏപ്രിൽ അവസാന ആഴ്ചയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ തന്നെ ഏപ്രിൽ 19 പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും. അതിന്റെ ബാക്കിയുള്ള കണക്കുകൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് അനൗദ്യോഗിക റിപ്പോർട്ടുകളാണ്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും 3ാം വട്ടവും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കടുത്ത മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിക്കൊണ്ട് CPM മുന്നോട്ട് പോകുന്നു. കാരണം 3ാം വട്ടവും ഭരണത്തിലേക്ക് എത്തണം. പാർട്ടിയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന 2 ടേം വ്യവസ്ഥ, ആ 2 ടേം വ്യവസ്ഥ ഇത്തവണ കർശനമായി നടപ്പാക്കില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. വിജയം മാത്രം മാനദണ്ഡമാക്കി 2 തവണ കഴിഞ്ഞവരെയും മത്സര രംഗത്ത് നിലനിർത്തുവാനാണ് പാർട്ടി ആലോചിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് 2016 കഴിഞ്ഞ് 2021 തിരഞ്ഞെടുപ്പിലേക്ക് എന്നപ്പോൾ തോമസ് ഐസക്കിനെയും സുധാകരനെയും മാറ്റി നിർത്തിയത് എന്നൊരു ചോദ്യം ഇപ്പോഴുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല 75 വയസ്സ് കഴിഞ്ഞവരെ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറ്റണമെന്ന വ്യവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ നടപ്പാക്കില്ല. പിണറായി അല്ലാതെ മറ്റാര് എന്ന ചോദ്യം പാർട്ടി സെക്രട്ടറി തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ ധർമ്മടത്ത് അദ്ദേഹം തന്നെ ജനവിധി തേടുമെന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ വി ശിവൻകുട്ടി, വീണ ജോർജ്, OR കേളു തുടങ്ങിയ മന്ത്രിമാർ വീണ്ടും മത്സര രംഗത്തുണ്ടാകും. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രന് ഇളവ് ലഭിച്ചേക്കില്ല. അദ്ദേഹത്തിന് പകരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ കഴക്കൂട്ടത്ത് മിക്കവാറും പരീക്ഷിക്കുവാനുള്ള സാധ്യത തെളിയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകുവാനുള്ള സാധ്യതയുമില്ല. ഗോവിന്ദൻ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ മാധ്യമ പ്രവർത്തകനായിരുന്ന MV നികേഷ് കുമാറിനെ ഇറക്കി പാർട്ടി ആ സീറ്റ് നിലനിർത്തുവാനാണ് ആലോചിക്കുന്നത്. തലശ്ശേരിയിൽ സ്പീക്കർ N ഷംസീറിന് പകരം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറി P ശശിയുടെ പേരും സജീവമായി പരിഗണിക്കുകയാണ്. MV ജയരാജൻ, P ജയരാജൻ എന്നിവരും കണ്ണൂരിൽ നിന്ന് കളത്തിലിറങ്ങുവാനുള്ള സാധ്യതകളുമുണ്ട്. തിരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം മുഖ്യമന്ത്രിയാകാനില്ല എന്ന് പിണറായി പറഞ്ഞാൽ ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. അതായത് ഈ തിരഞ്ഞെടുപ്പിന് നയിക്കുക എന്ന് പറയപ്പെടുന്നത് പിണറായി ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, കാരണം പിണറായി നയിച്ചാലും പിണറായിയോടൊപ്പം ചേർന്ന് മുന്നോട്ട് ഈ രാഷ്ട്രീയ പാർട്ടി വിജയിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പോലും ആക്കില്ല പിണറായിയെ. പകരം മറ്റാരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കാരണം ഈ 75 വയസ്സ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ആ രീതിയുണ്ടല്ലോ, അത് പിന്തുടരുക എന്ന് പറയപ്പെടുന്നത് 75 വയസ്സ് കഴിഞ്ഞവരെ പാർലമെന്റ് രംഗത്ത് നിന്ന് മാറ്റണമെന്ന വ്യവസ്ഥയുണ്ടല്ലോ, ആ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടാൻ പാടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അത് മുന്നോട്ട് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ മത്സരത്തിന് ശേഷം പിണറായിയെ മാറ്റി നിർത്തപ്പെടും. CPM പാർട്ടിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ട ആവശ്യമില്ല, മറ്റൊരാൾ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങൾ വിജയിച്ചതിന് ശേഷമാണെങ്കിൽ, CPM വിജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടതുമുന്നണി വീണ്ടും 3ാമതും ഭരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, അതിനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനാകില്ല, പകരം മറ്റാരെങ്കിലും ഒരാളിലേക്ക് എത്തും. പക്ഷേ ഇവിടെ ഗോവിന്ദനെ മാക്കില്ല. അതുകൊണ്ടാണ് ഗോവിന്ദനെ മത്സരിപ്പിക്കാതെ. ഗോവിന്ദൻ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്ന തന്നെ അതുകൊണ്ട് തന്നെയായിരിക്കും. ഇനി മറ്റ് പല സീറ്റുകളും കടുത്ത മത്സരം നേരിടുന്ന ഏകദേശം 40ഓളം മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ മാറ്റാനോ അല്ലെങ്കിൽ മണ്ഡലം മാറ്റാനോ ആണ് പാർട്ടി നീക്കം. ഇപ്പോൾ പേരാമ്പ്രയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് LDF-ന്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ തന്നെയായിരിക്കും അവിടെ രംഗത്തിറങ്ങുക. ഒപ്പം തന്നെ രാജ്യസഭാ അംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യവും സജീവമായിട്ടുള്ള പരിഗണനയിലുണ്ട്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട് എങ്കിലും അവർക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ
പരാജയ ഭീതി കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ കെ ശൈലജയെ മത്സരിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം പ്രതിപക്ഷ നേതാവാകുന്നത് കെ ശൈലജയായിരിക്കും. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർ മാറണമെന്ന കർശന വ്യവസ്ഥ ഇത്തവണ പല പ്രമുഖർക്കും ബാധകമായേക്കില്ല. ഇപ്പൊ BJPയുടെ ഏക അക്കൗണ്ട് പൂട്ടിച്ച നിയമം നിലനിർത്താൻ മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ വീണ്ടും നിയോഗിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. പത്തനംതിട്ടയിൽ നിന്ന് വീണ ജോർജും വയനാട്ടിൽ നിന്ന് OR കേളുവും വീണ്ടും ജനവിധി തേടും. ഇവർക്ക് പുറമെ ആന്റണി ജോൺ കോതമംഗലത്ത്, M നൌഷാദ് ഇരവിപുരത്ത് നിന്ന്, മറ്റൊന്ന് വാമനപുരത്ത് GK മുരളി, കാട്ടാക്കടയിൽ IB സതീഷ് എന്നിവർക്കും 2 ടേം വ്യവസ്ഥയിൽ പ്രത്യേക ഇളവ് നൽകി മത്സരിപ്പിക്കുവാനുള്ള ധാരണയാണ് CPM-ൽ ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ അഴിച്ചുപണിയാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല വിവാദങ്ങളുടെ നിഴലിലുള്ള കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് നിന്ന് മാറ്റി നിർത്തിയേക്കും. പകരം വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് മാറ്റി പരീക്ഷിക്കുവാനാണ് പാർട്ടി ആലോചിക്കുന്നത്. യൂത്ത് ഐക്കൺ എന്ന പ്രതിച്ഛായ വോട്ടായി മാറുമെന്നുള്ള കണക്കുകൂട്ടലാണ് VK പ്രശാന്തിന്റെ നിലനിർത്തുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. വർക്കലയിൽ ജില്ലാ സെക്രട്ടറിയായുള്ള B ജോയ്ക്ക് തന്നെയാവും വീണ്ടും നറുക്കുവീഴുക. UDF മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രനെ പേരാമ്പ്രയിൽ കളത്തിലിറക്കുകയാണെങ്കിൽ മണ്ഡലം കാക്കാൻ LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ തന്നെ നേരിട്ടിറങ്ങണമെന്ന നിർദ്ദേശവും ഇപ്പോൾ പാർട്ടിയിൽ നിന്നുണ്ടാവുന്നുണ്ട്. വിജയം ഉറപ്പിക്കുവാൻ സിറ്റിംഗ് MLA-മാരെ മണ്ഡലം മാറ്റുന്നതും പൊതു സ്വതന്ത്രരെ രംഗത്തിറക്കുന്നതും അടക്കമുള്ള പരീക്ഷണങ്ങൾ ഇത്തവണ പതിവിലും കൂടുതൽ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ എല്ലാ പാർട്ടികളും ഓരോരുത്തരായി ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പാണ്, മാത്രമല്ല സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കലാണ്. ഇങ്ങനെയുള്ള വളരെ ധൃതി പിടിച്ചുള്ള പരിപാടികളിലേക്ക് പോവുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ അവസാന വാരത്തോടു കൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM-നെ 3-ാം വട്ടവും നയിക്കാൻ ഇറങ്ങുന്നത് പടനായകനായിട്ട് എത്തുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രിയാകുവാൻ എന്തായാലും പിണറായി ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവാകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവാകുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയും അതിനോടൊപ്പം ഉണ്ടാകുവാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. എന്തായാലും പുതിയ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ടുണ്ടാവുക. ഈ 2 ടേം വ്യവസ്ഥകളടക്കം പാടെ സംവിധാനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും ഇത്തവണ അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി CPM സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഉണ്ടാകുമ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രിയായി പക്ഷേ പിണറായി വിജയൻ ഉണ്ടാകില്ല.